for the rescue operation, but 3 officers were vomited, and due to that they stopped the rescue operation and come back. Did you heard about that? No, I did not hear about that. But this happened. See, so what are you asking? പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ you have to understand that rescue operations are meant for the time to date data. Okay, ഇത് up to date ആയിരിക്കണം. After 6 days or 8 days or 9 days, there is no use, right? So that's what we are trying to tell. കളക്ടർ ഒരു കാര്യം ചെയ്യാം. കളക്ടർ നമുക്ക് തർക്കിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഫോണിൽ കൂടി തർക്കിച്ചുകൊണ്ട് കാര്യമില്ല. അവരുടെ അനുഭവത്തിൽ ആൾ പറഞ്ഞു. ഈ പാലത്തിന്റെ കാര്യം പറയണം. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ജാഗ്രതയായിട്ട് അവർ പറയുന്ന നിലയിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ്. അല്ല അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു കാര്യമുണ്ടല്ലോ. അവർക്ക് 6 ദിവസമായതിനൊക്കെയും ഇത്രയും പരിശ്രമം നടത്തിയതിനൊക്കെയും അപ്പൊ അത് ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവർ ആവശ്യപ്പെടുന്ന കാര്യം ഒന്ന് ചെയ്തു കൊടുത്താൽ അവർ ഓക്കെ വേണ്ട. ഞാൻ കളക്ടർ നമ്പർ കൊടുക്കാം. അവർ പറയുന്ന കാര്യം പറയുന്ന പിന്നെ അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ഒരു തെരച്ചിലിനുള്ള സംവിധാനം ചെയ്യണം. ഓക്കെ. ഇപ്പം തന്നെ ആൾറെഡി 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ അവർക്ക്. അല്ല, അവർക്ക് ഇപ്പോൾ കളക്ടറെ തന്നെ സംസാരിക്കാൻ കിട്ടിയതെന്ന് വെച്ചാൽ അവർക്കറിയില്ലല്ലോ. അവർ പിന്നെ ഇവിടെയുള്ള ലോക്കൽ ഓഫീസേഴ്സിനല്ലേ കാണുകയുള്ളൂ. അപ്പോൾ അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കാണ് ഇവർക്കുള്ളത്. അപ്പോൾ എനിവേ ഒന്ന് ഇവർ പറയുന്ന കാര്യം ഒന്ന് കൊടുക്കുക. അത് അയാൾക്കുള്ളായിരുന്നു തോന്നുന്നു. ഞാനൊക്കെ അവിടെ വന്ന് പോയതാണല്ലോ. പിന്നെ അപ്പോൾ അവരാവശ്യപ്പെടുന്ന അനുസരിച്ചൊരു കാര്യം ചെയ്തു കൊടുത്താൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 6 ദിവസമായല്ലോ. ഞാൻ ആ കുട്ടിയുടെ ഞാൻ അവരുടെ കളക്ടർക്ക് ഇത് മോളാണ്. ആ കുട്ടി പഠിക്കുകയാണ്. PhD ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഞാൻ കൊടുക്കാം. ഹലോ അപ്രോച്ച് മാറ്റണ്ട. there is no need. Definitely, but I want the entire system. I want the entire rescue operations, and I want the SOP and everything. I just need to inform you about all the things. Okay, I will give you what are the changes that need to change the further to stop the further operations and all. So that's what because this is the one incident, and after Okay. Okay. പുലിവിള സ്വദേശി ജോണിനെ കാണാതായിട്ട് ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ജോണിൻ്റെ
കുടുംബമാണ് ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ജോണിൻ്റെ മകൾ സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇവിടെ മുൻമന്ത്രി വി ശിവൻകുട്ടി ആ വീട് സന്ദർശിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി ഇവർ അച്ഛനെ കണ്ടെത്താനുള്ള യാതൊരു ശ്രമങ്ങളും, ഞങ്ങൾ പറയുന്ന വാക്കുകളൊന്നും കേൾക്കുന്നില്ല, ഞങ്ങളുടെ ആശങ്കകളൊന്നും പരിഗണിക്കുന്നില്ല, ഉത്തരവാദിത്തോടുകൂടി ഒരു തിരച്ചിൽ പോലും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അശ്വിനിലേക്ക് നമുക്ക് അശ്വിൻ ഡിയാഗോ ആ വീട്ടിലുണ്ട്. അശ്വിനപ്പോൾ ഈ കുടുംബം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് ഒരൊറ്റ ജീവനല്ലേ ഉള്ളൂ, അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സേനയെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നു, അതെന്താ ഒരു ജീവന് യാതൊരു വിലയുമില്ലേ എന്ന് ആവർത്തിച്ച് ഈ മക്കൾ, ആ ഒരു കുടുംബം, ജോണിൻ്റെ കുടുംബം 6 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതുവരെ ജോണിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ മന്ത്രിമാരുടെയൊക്കെ ചില അനവസരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. നമുക്കൊരു ഫിഷറീസ് മന്ത്രിയുണ്ട്, അബ്ദുൽ ഗഫൂർ എന്നാണ് പേര്, എവിടെയാണെന്ന് പോലും അറിയില്ല. വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ആ നാട്ടുകാർക്കും മത്സ്യത്തൊഴിലാളികൾക്കുമെല്ലാം ഉണ്ട്. ഇപ്പോൾ ആരോടാണ് ഈ മകളും അതോടൊപ്പം മുൻമന്ത്രി വി ശിവൻകുട്ടിയും സംസാരിച്ചു കൊണ്ടിരുന്നത്? എന്താണിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്? ഇനിയെങ്കിലും ഈ ഒരു കുടുംബത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ തിരച്ചിൽ ഉണ്ടാകുമോ അശ്വിൻ? ഷിഹാസ്, പുല്ലുവിള സ്വദേശിയായിട്ടുള്ള ജോൺ വെടിഞ്ഞത്ത് നിന്ന് അപകടത്തിൽപ്പെട്ട് കാണാതായി ഇന്ന് 6 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു തിരച്ചിൽ കോസ്റ്റൽ ഗാർഡിന്റെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഇപ്പോൾ ഈ കുടുംബം വലിയ തരത്തിൽ പ്രതിഷേധവുമായി നേരത്തെ തന്നെ എത്തിയിരുന്നത്. ഇപ്പോൾ അതിനെ തുടർന്നാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇപ്പോൾ പുല്ലുവിളയിലുള്ള ജോണിന്റെ വീട്ടിലേക്ക് എത്തി മകളെയും കുടുംബത്തെയും നേരിൽ കണ്ട് സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ എത്തി ഇവരോട് സംസാരിച്ച ശേഷം തന്റെ ഫോണിൽ നിന്ന് തന്നെ കളക്ടറെ ബന്ധപ്പെടുകയും എന്താണ് കുടുംബത്തിന്റെ ആവശ്യം എന്നുള്ളത് ഈ മകളെ കൊണ്ട് തന്നെ കളക്ടറിനോട് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് സാറിനോട് കളക്ടറിനോട് സംസാരിച്ചല്ലോ, എന്തൊക്കെയാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്? 6 ദിവസമായി ജോണിനെ കാണാതായിട്ട്. ജോണിന്റെ മോളിനെ പറയട്ടെ, കളക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? കളക്ടർ പറഞ്ഞേക്കുന്ന ഫർദർ ആക്ഷൻസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴെടുക്കേണ്ടതല്ല, ഇത് ഓൺ ദ സ്പോട്ടിൽ എടുക്കേണ്ടതാണ്. ഒരാളുടെ ജീവനാണ്, ഒരാളല്ല. ഈ അപകടത്തിൽ പെടുമ്പോഴത്തേക്കും അവരെ രക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഉദ്യോഗത്തിലിരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും ലാഗ് അടുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ MSCയുടെ കപ്പൽ ഇവിടെ കേരളത്തിൽ തന്നെയാണ് മുങ്ങിയത്. അത് വിത്തിൻ 14 മിനിറ്റ്സ് കൊണ്ടാണ്, 14 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യൻ നേവിയും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. ഇതേ കുറെ ജീവനാണ് അവിടെ പൊലിഞ്ഞു കിടക്കുന്നത്. അവർ പറയുന്നത് ഇറ്റ് ഈസ് ടു റിസ്കി എന്നാണ്. ഇറ്റ് ഈസ് ടു റിസ്കി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്താ MSCയുടെ കപ്പൽ മുങ്ങിയപ്പോഴത്തേക്കും റിസ്കി അല്ലായിരുന്നോ? അപ്പോഴവർ നേവിയുടെ ആവശ്യം അല്ലെങ്കിൽ നേവിയുടെ ആവശ്യം അവർ ഉടനെ തന്നെ അവർ ചോദിച്ചില്ലായിരുന്നോ? ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. മനുഷ്യ ജീവന് അതിനേക്കാളും വിലയുണ്ട്. ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ പിന്നെ അതൊരു ഗവൺമെന്റ് പറയാൻ വേണ്ടി പാടില്ല. ഒരാളായിരുന്നാലും 1000 പേരായിരുന്നാലും ഒരേ നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ നഷ്ടപ്പെടുന്നതിന്റെ വിഷമം തന്നെയാണ് 1000 പേർ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞാൽ. ഓരോ കുടുംബത്തിനും അതിൻ്റെതായ വിഷമമുണ്ട്. ഈ ഒരു കുടുംബത്തിന് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികളാണ്, കടലിൽ പിന്നെ പണിക്ക് പോയി ജീവിക്കുന്നവരാണ്. കുട്ടി നന്നായി പഠിച്ച് പിന്നെ PhD ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത്, എന്ത് കാര്യങ്ങൾ ചെയ്തില്ല, എന്ത് കാര്യങ്ങൾ ചെയ്തതിൽ വിജയിച്ചു എന്ന കാര്യം സംബന്ധിച്ചാൽ ആ കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് നന്നായി നിന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അതേ സമയത്ത് അത്തരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കാന്നല്ല. ഇതാണ് ദാരുണമായൊരവസ്ഥയാണ്. ആ കുടുംബം അവരുടെ വേദന, അവരുടെ വിഷമം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി. പക്ഷേ അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്.